പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ്. ഒന്നാം പാഠം എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലക്ഷ്യം ഫിക്സ് ചെയ്യാൻ പറയും. നിൻ്റെ ഐഎൽടിഎസ്, നിൻ്റെ കാനഡ, നിൻ്റെ അമേരിക്ക, നിൻ്റെ ന്യൂസിലൻഡ് അല്ല. അത് ആലപ്പുഴ വരെ പോണ പോലെ ഇരിക്കും. അതല്ല, നിൻ്റെ നിത്യത ആദ്യം നിൻ്റെ നിയോഗമാക്കാൻ പറയും. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയില് എൻ്റെ നിത്യത നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ. നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ ഭാരം ലഘുവാകും. അത് പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ ഓർത്തോളം വിഷമിക്കൊന്നും വേണ്ട. ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത്, ഇപ്പോൾ തന്നെ ഇതിൻ്റെ എൻകറേജ് ചെയ്യുന്ന കാര്യം, ഇതിൻ്റെ പകുതി ഇപ്പോൾ പത്രോസ് തന്നെ ഈശോ എന്താ പറഞ്ഞത്? നീ എൻട്രൻസ് പാസ്സായി, ഐ നോ ഇറ്റ്. പക്ഷേ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വന്നിരിക്കുന്നത്, ബട്ട് ബൈ ഗ്രേസാണ്. കുറച്ച് നിൻ്റെ അറിവാണ്, ബാക്കി ഗ്രേസാണ്. എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത്. ആ ഗ്രേസാണ് സംഭവം. അപ്പോൾ ഈ ഗ്രേസിൻ്റെ വാട്ടർ മാർക്ക് എല്ലായിടത്തും ഉണ്ടാവും. നീ സത്യസന്ധമാണെന്ന് നിയോഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. പത്രോസിന് അത്രയും വിവരമില്ല. പത്രോസിന് ഏറെക്കുറെ ഒരു ഐഡിയയേ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹ എന്ന് പറഞ്ഞ സംഭവം പത്രോസിൻ്റെ അല്ല. ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു. അത് ഗ്രേസാണ്, മെറിറ്റല്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പത്രോസിനെ സഹായിച്ചതുപോലെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എന്നെയും നയിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട്. അതാണ് വി ആർ ഗോയിങ് ടു ജെറുസലേം. എന്ത് ജെറുസലേമാണ്? സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമേക്കുള്ള നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിന് നീ എക്വിപ്ഡ് ആണെന്ന് ചോദിക്കും. എന്താണ്? എന്നെ അനുഗമിക്കേണ്ടി വരും. എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ, കയറുന്ന ആൾക്കാരെ, ഇപ്പോൾ എവറസ്റ്റ് കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് 8000 അടി കയറണ്ടേ. അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട്, ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി. അപ്പോൾ ടെൻസിങ്ങിനെ എന്തിനാണ് കൂട്ടിയത്? ഹിലാരി കൂട്ടാൻ കാര്യം എന്താ? ടെൻസിങ് ഈ മല കണ്ട് വളർന്ന ആളാണ്. അയാൾക്ക് കയറി പരിചയമുണ്ട്. ആ നാട്ടുകാരനാണ്. ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കടലിൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി പിടിച്ച ആൾക്കാരെ കൊണ്ടുപോകാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനെയും കൂട്ടിയാണ് ഹിലാരി പോണത്. പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറിയ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇടക്കിടക്ക് അസ്ഥിക്ക് വജ്രാട് കിടപ്പുണ്ട്. ചിലത് അഴുകിയിട്ട് പൊടിയില്ല. എവറസ്റ്റിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്രയിൽ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? നല്ല തണുപ്പാണ്. 0 വന്നിട്ട് -60 വരെ കിടപ്പുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന ഡെഡ് ബോഡി അഴുകത്ത് പൊടിയില്ല, അങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങളെ കിടക്കുന്നവരുണ്ട്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടക്ക് വെച്ച് ചില സമയത്ത് ഹോൾട്ടാകാൻ സാധ്യതയുണ്ട്, പരിചയമില്ലെങ്കിൽ. അപ്പോൾ സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം. ഒരു 10,000-3000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ, പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ വലിയൊരു യാത്രയ്ക്ക്, നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത്.
കർത്താവ് വളരെ കാര്യം, കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിൻ്റെ ഒരു ക്രിസ്തീയതയുടെ ഒരു പ്രാണനും പ്രാണവായുമാണ് കുരിശ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കുരിശിനെ നിഷേധത്തിൽ കാണാതെ നിത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് ഈശോ പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ചനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻറ്റുകളെ തൽക്കാലം മാറ്റിവെക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. പിന്നെ കുരിശെടുക്കണം, എൻ്റെ കൂടെ വരണം. അപ്പോൾ ഇതിനകത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണത് എന്താണ്? പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കണത് കുരിശിൻ്റെ കണ്ടൻ്റാണ്. കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻ്റാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ നിയോഗം എല്ലാം സ്വയം ആകരുത്. എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, അത് എല്ലാം 6 കാര്യം ഉണ്ടെങ്കിൽ 7 കാര്യം എഴുതി വെക്കും. എന്താണ്? അവിടെ പോയിട്ട് പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും. പിന്നെ എങ്ങനെയാണ് സംഭവം മുകളിലോട്ട് പോകണം? പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചോളൂ, നിങ്ങളും മരിക്കും. എല്ലാം 6-7 കാര്യം സ്വന്തം കാര്യം എഴുതി വെക്കും. ഇതിന് ജഡസന്ധതിയുടെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് പഠിക്കണം. ജഡസന്ധതിയെപ്പോലെ ആകരുത്. പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ നീ ഈ നിയോഗം നിൻ്റെ വീട്ടിൽ നിനക്കൊരു വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്ക് നിൻ്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുമെന്നറിയാവോ? ചില ആൾക്കാർ ഒരു വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ? ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുരിശുണ്ട്. പിന്നെ ഇവർ കുരിശുണ്ടാക്കും, സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും. എങ്ങനെ കുരിശുണ്ടാക്കണത്? നിങ്ങൾ ചേട്ടായി ആണല്ലോ, തീർച്ചയായിട്ടും 3 സെൻറ്റ് അവകാശമുണ്ട് 10 സെൻറ്റിൽ. 10 സെൻറ്റ് ഉള്ളതെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്നാ ചെയ്യും? അപ്പനോട് സൂത്ത് അത് ഒപ്പിടിച്ചിട്ട് ആ 10 സെൻറ്റ് നടുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും. അനിയൻ ഗൾഫിലാണ്, അവൻ പാവപ്പെട്ട ഇവിടെ ഇല്ലല്ലോ. അപ്പം സ്മോൾ അടിക്കുന്ന വേണമെങ്കിൽ അപ്പൻ 2 ലോൺ കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ 2 വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും. എന്താണ് സംഭവം? അതോടുകൂടി പിന്നെ അനിയൻ നാട് കടത്തും. സ്വന്തം ചേട്ടൻ തന്നെ അവൻ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരെ നാട് കടത്തും. ഇത് ദൈവത്തിനറിയാം, നിൻ്റെ മനോഭാവം ദൈവത്തിന് അറിയാം. നീ പുതിയ കുരിശുണ്ടാക്കും. അതാണ് സംഭവം. സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആ ലൈഫ് മിഷൻ വീട്ടിലെ സ്വയം എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം എന്താണ്? അത് നിൻ്റെ ചേട്ടന്, നിൻ്റെ അനുജന്, അവിടെ കൂടപ്പുറപ്പിനെ അവിടെ കടത്തിപ്പറപ്പിക്കാത്ത രീതിയിൽ, വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും. കെട്ടിച്ചു പോയ പെങ്ങന്മാർ വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ. അയ്യോ, നീ മോന്തം കയറ്റി അവിടെ വരും. നീ നല്ല കാര്യം, നിൻ്റെ വീടല്ലേ, നിൻ്റെ വീട് നീ അപ്പനെടുക്കുന്ന എഴുതി വാങ്ങിച്ച വീടല്ലേ. പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്നാൽ പിന്നെ നിൻ്റെ പരിപാടി എന്താണ്? നിൻ്റെ പ്രാർത്ഥന എന്താണ്? അപ്പൻ എത്രയും വേഗം ചാകണമെന്നാണ് പ്രാർത്ഥന. എന്താ കാര്യം? അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ, അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കടുത്തേക്ക് കയറുമല്ല, അപ്പൻ ചാകണം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം നീ ആ വീടും ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജനം പുറത്താക്കുകയും ചെയ്യും. നിൻ്റെ നിയോഗത്തിൽ ഓടരുതമ്മാവ് ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അപ്പം നിയോഗങ്ങളുള്ള സ്വയം, അതാണ് ഈശോ പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മറ്റുള്ളവർക്ക് കുരിശ് കൊടുത്തുകൊണ്ട് എൻ്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പ്രത്യേക പ്രവണതകളെ എന്നിൽ നിന്ന് നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിയോഗങ്ങളെ എങ്ങനെ ലൈറ്റ് വെയിറ്റ് ആക്കാം, എങ്ങനെ ഭാരം കുറഞ്ഞതാക്കാം. അതിനകത്തുള്ള സ്വയം കണ്ടൻറ്റുകളെ നിങ്ങൾ വാറ്റിക്കളഞ്ഞാൽ മതി. സ്വയം കണ്ടൻറ്റുകൾ. എന്നിട്ട് എന്ത് ചെയ്യണം? കുരിശ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? കുരിശ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തും. അതാണ് കുരിശ് ആഡ് ചെയ്യണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നിയോഗങ്ങളിൽ ഗ്യാരണ്ടി, മറ്റുള്ളവരുടെ രക്ഷ. ഈ ദിവസങ്ങളിലെ റിനു റോജിൻ എന്ന് പറഞ്ഞൊരു ദമ്പതികൾ സാക്ഷ്യം പറഞ്ഞു. റിനു റോജിൻ, അത് ഒരു 1.5 സാക്ഷ്യമാണ്. കുറേ ഘട്ടങ്ങളുണ്ട്, 13 ഘട്ടങ്ങളാൻ പറ്റിയ സാക്ഷ്യത്തിനുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം, റിനു റോജിൻ ദമ്പതികളാണവർ. പെട്ടെന്ന് ഈ ഭർത്താവിന് ഒരു പനി വരും. 6 ഡിഗ്രി, അതായത് 106 ഡിഗ്രി. അതിൻ്റെ കാരണം ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും. എവിടുന്നാണ് കയറിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് അംബികസ്, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റിഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ പനി വിട്ട് മാറുന്നില്ല. പനി കയറി പോയി അവസാനം ഡോക്ടർ ഇവളോട് പറയുകയും ഐസിയുലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറയും, ഐസിയുന്ന് എത്ര കാലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല, ഈ ബാക്ടീരിയ കയറി കാരണം. എന്നാ ബാക്ടീരിയ ആണത്? സ്റ്റഫൈലോ ഫൈക്കസ് കോക്കസ്. സ്റ്റഫൈലോ കോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. അത് കയറിയിട്ട് തന്നെ ബ്രെയിനിൽ കയറും, പിന്നെ കിഡ്നിയിലും കരളിലും ഒക്കെ കയറും. ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആകും. ഭയങ്കര സീരിയസ് ആയി, അയാളെ മരിക്കുന്നൊരു കണ്ടീഷനായി. അപ്പോൾ ഇവൾ പറയണ കുറേ വാക്കുകളുണ്ട്. സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ട. റിനുവിൻ്റെ സാക്ഷ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യമാണ്. പ്ലെയിൻ മിറക്കിൾ ബൈ മിറക്കിൾ. ഒത്തിരി മിറക്കിൾസ് ഉണ്ടെങ്കിലും മിറക്കിളല്ല അതിൻ്റെ അകത്തുള്ള സംഭവം. മിറക്കിളിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. ദൈവാനുഭവത്തിൻ്റെയും ദൈവത്തിൻ്റെ കണ്ടെത്തലിൻ്റെയും ഒരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഡെലിറിയം സിറ്റുവേഷൻ ദൈവം മരിച്ചു പോകുന്നുള്ള ചിന്ത വരുമ്പോൾ ഉടനെ ഇവൾ പറയണത്, എനിക്കൊരു അഭയവുമില്ല. ആകപ്പാടെ എനിക്കുള്ളത് എന്താണ്? എൻ്റെ ഉടമ്പടിയാണെന്ന്. ഓ, എന്നെ വർത്താന, വല്ലാത്ത വർത്താന. ആ ഒരു സിറ്റുവേഷനിലേ എനിക്ക് ആകപ്പാടെയുള്ള അഭയം. കാര്യം ഇതിന് മരുന്നില്ല, ഒരു ഓപ്പറേഷൻ വേണം, ഏതെല്ലാം ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു പിടിയില്ല. സർജൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, കാശ് റെഡിയാക്കിക്കോ. സർജനെ കാണുമ്പോഴൊക്കെ പേടിയാണ്. ആ മനുഷ്യൻ പിടിക്കുന്ന 2 കാര്യം പറയാനാണ്. എന്താണ്? ഓപ്പറേഷൻ കാശ് റെഡിയാക്കിക്കോ, പിന്നെ മാനസികമായിട്ട് ഒരുങ്ങിക്കൊള്ളാൻ. ചിലപ്പോൾ ചത്തുപോകുന്നതായി പറയണത്. ഇവർക്കൊക്കെ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ സർജനായെന്ന് പറഞ്ഞാൽ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഒരു വിഷയം നമുക്കുണ്ടായാൽ അവർക്ക് 2 കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒന്ന്, മാനസികമായിട്ട് ഭർത്താവിനും മരണത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ എന്താണ്? കാശ് റെഡിയായിക്കൊള്ളുക. പോരെ? അപ്പോൾ അവൾ പറയണതേ അതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയാവോ? ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണ് സെലക്ട് ചെയ്തത്, അതാ ചുമ്മാ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു. നീ അല്ല സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പം പറയണം, ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, കല്യാണം വേണ്ട. എന്നിട്ട് ഇവിടെ അവിടെ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം വിശ്വാസപ്രമാണം ചൊല്ലും. ഒരു റിലേഷൻ കണ്ട. അതാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ഇൻറ്റിമസി എന്ന് പറയണത്. ചില ആൾക്കാർ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം പറയണേ, കർത്താവേ, ഈ കെട്ടാൻ പോണ പയ്യൻ നിൻ്റെ സെലക്ഷനാണോ, അതാ മാനുഷികമായിട്ടുണ്ടായ സംഭവമാണോ ഇത്? ഇനി ആണോ അല്ലേന്ന് നീ പറഞ്ഞാൽ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരുമില്ല, അവളുടെ ദൈവവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് വചനം എടുത്തപ്പോൾ അവളോട് സംസാരിച്ചു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ജെറമിയ 29:11.
കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പൊ ദൈവത്തിന് നമ്മളുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിൾ ആവും. നിങ്ങളൊക്കെ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണതാണേ. എന്നിട്ട് തുറന്നു നോക്കി വെച്ചു അതങ്ങനെയാണ്, അതങ്ങനെയല്ല, അതിങ്ങനെ ഇരിക്കുമെന്ന് പറയും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം, നിങ്ങളുടെ സുഖത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വചനം വളച്ചൊടിക്കും. അത് കർത്താവിനറിയാം. ചുമ്മാ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി വചനം നോക്കണമെന്നറിയാം. വചനം നോക്കുന്നവരെ ഒന്നൊന്നര ജപമാലയൊക്കെ ചൊല്ലി അവിടെ കുത്തിയിരുന്ന് നേരത്തെ ഒന്ന് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടിയാണ് എടുക്കണമെന്ന്. തന്നെയല്ല, മുൻകാല വചനം നോക്കുന്നവരോട് ഷാർപ്പാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ വേണം ദൈവത്തിന്. മുൻകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് വചനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പഞ്ഞവുമില്ല. ദൈവം ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട. അതിനെന്താണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കിട്ടിയ വചനം അനുസരിച്ചാണ് ജീവിച്ചതെന്നുള്ള ഫോർമൽ റെക്കോർഡ്സാണ് പ്രശ്നം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പഴയ റെക്കോർഡ്സ് ഇല്ലേ, നിങ്ങൾ നേരത്തെയൊക്കെ വചനം എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോഴും നിങ്ങൾ എന്നിട്ട് ആ വചനത്തിനെതിരായിട്ടായിരിക്കും ചെയ്യണത്. കർത്താവ് പറഞ്ഞ ആ സ്ഥലം എടുക്കരുതെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വചനം നിങ്ങൾക്ക് സ്ഥലം വേണം, അതെടുക്കാനുള്ള വചനം നിങ്ങൾ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഹക്കൽ ദേമാ രക്തത്തിൻ്റെ പറമ്പെന്നുള്ള വചനമായിരിക്കും ചിലപ്പോൾ കിട്ടിയത്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അതെടുക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? അയ്യോ അതെങ്ങനെ ചെയ്യാം, ഞാനെടുത്തില്ല, അവളാട്ട് കയറി എടുക്കുമെന്ന് പറയും. മനസ്സിലായില്ലേ? വേറെ ഒരുത്തി വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട്, ഞാനെടുത്തില്ലെങ്കിൽ ആ പറമ്പ് അവൾ കയറി അടിക്കും. പിന്നെ അവളുടെ പൊങ്ങച്ചത് ഞാൻ കാണണം. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കണ്ടല്ലോ, മക്കൾക്ക് കൊടുത്താൽ മതി, അല്ലെ വിൽക്കാൻ വേണ്ടിയല്ലേ ഞാനെടുക്കും. ഇങ്ങനെ തരികിട തട്ടാമുടിയൊക്കെ പറയും ദൈവത്തോട്, ഇതിൽ സ്ഥലം എടുക്കും. അപ്പോൾ തന്നെ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എന്താ കാര്യം? നീ ഒരു വചനം പറഞ്ഞാലും നിൻ്റെ താല്പര്യം അനുസരിച്ചുകൊണ്ട് നിൻ്റെ ലാഭം നോക്കിയും നീ അത് വളച്ചൊടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കൂ. അങ്ങനെ ഒരിക്കൽ നിരാകരിച്ചാൽ പിന്നെ വചനത്തോട് സംസാരിക്കത്തില്ല. വചനത്തെ സംസാരിക്കേണ്ട ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ തന്നെ ഈ വചനം തുറന്നു നോക്കി തന്നെയും വചനം എടുപ്പിച്ചും തന്നെ ജീവിക്കണത് എത്രയോ വർഷങ്ങളായി. ഷാർപ്പ് ഷൂട്ടാണ്, കറക്റ്റ്. 2+2 4 പറയത്തുള്ളൂ, അല്ലാതെ 4.1 ഒന്നും പറയത്തില്ല. ദൈവം ഇൻട്രാക്ട് ചെയ്യണമല്ല, അതിൻ്റെ മീഡിയം അതാണ്. എല്ലാ സമയത്തുമൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നിഴല് പോലെ ഇങ്ങനെ ദൈവം സഞ്ചരിക്കും. ഉടമ്പടി പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല. കാര്യം മറ്റേത് പ്രാർത്ഥന നോക്കിയാലും ഉടമ്പടി 10 പേരെടുത്താൽ അവർ സത്യസന്ധരാണെങ്കിൽ 10 പേരുടെ കൂടെയും ദൈവം സഞ്ചരിക്കും. സ്വപ്നത്തിനെങ്കിൽ സ്വപ്നം, ദർശനമെങ്കിൽ ദർശനം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോൾ സാക്ഷ്യം പറഞ്ഞു, ദൈവമേ നീ എന്നെ കൈവിട്ട, ഞാൻ പാപ്പരായല്ല എന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കണ ആ സമയത്ത് തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുമ്പിൽ 16 നൂറുകണക്കിന് മെഴുകുതിരി കത്തിക്കണ മാതാവിൻ്റെ ഫണ്ട് വശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കടിക്കണ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ മണമുണ്ട്. അതെന്നെ പാസ് ചെയ്ത് പോയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ കൈവിട്ടിട്ടില്ല, അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അതായത് ഇപ്പം ഞാൻ തന്നെ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അമേരിക്കൻ ധ്യാനം വന്നു. അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി വിസ ഇൻ്റർവ്യൂ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ 160 ഫോം കാണാനില്ല പോയി. അപ്പോൾ ഞാനവിടെ അത് പോയാൽ പിന്നെ ഇൻ്റർവ്യൂ നടക്കത്തില്ല. ഞാനവിടെ നിന്ന് കൂളായിട്ട് ജവമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരയാൾ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബയോമെട്രിയുടെ പേപ്പർ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൂടാതെ നിൽക്കുകയാണ്. ഞാൻ കൂടെ നിൽക്കുകയാണ്. സാർ എൻ്റെ ഉണ്ടായിരുന്നതാണ്, 25 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹോട്ടൽ, വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം, പക്ഷേ ഇവിടെ എൻ്റെ രേഖകൾ കാണുമല്ലോ, സാർ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിൽക്കണം. നിൽക്കുമ്പോൾ ഞാൻ ഓർത്തത്, ഈശോ ഇതിൻ്റെ അകത്ത് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിച്ചു. കേസ് അപ്പോൾ എന്നിട്ട് അവസാനം ഈ മനുഷ്യന് ഒരു അറിവ് തോന്നിയിട്ട് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൂടി എന്നെ കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ നടക്കി. ഞാൻ ചെല്ലുമ്പോൾ പല
കൗണ്ട് ചെയ്യുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, നീ കൗണ്ടറിൻ്റെ എണ്ണം നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എണ്ണം നോക്കിയപ്പോൾ നമ്പർ 6 ആണ്. അപ്പം ഇറ്റ്സ് ഓക്കെ, ഇനി പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടല്ല, അത് മതി. നമ്പർ 6 ആരുടെ നമ്പരാ? അമ്മയുടെ നമ്പരാ. അത് നിങ്ങളെപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. സൂക്ഷ്മത എല്ലാ സമയത്തും. ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ഒരു ഇട്ടിവെട്ട് സംഭവമാണ്. അത് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ മറ്റേതെന്ത് ഇത് ഗ്യാരണ്ടീഡ് അല്ലേ? കാര്യം ദൈവം വാഗ്ദാനം ചെയ്ത അതേ ഫോർമുല നമ്മൾ കണിശവും കൃത്യവുമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിൽ നടത്തുമ്പോൾ നീ കറക്റ്റ് ദൈവപൈതലായിട്ട് മാറുകയല്ലേ. അപ്പോൾ ആ ദൈവപൈതലായിട്ട് മാറണ സമയത്ത് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. അതുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾ നീ ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ആൾക്കാരോട് പറയുവേ, ഈ ദൈവം വരുന്ന ദേശീയപാതയാണ്. ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവവും നമ്മളുള്ള ബന്ധം പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേ നിന്ന് മാറിയിട്ട് ദേശീയപാതയായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതിനെ. ഇപ്പോൾ ദേശീയപാത എന്താ സംഭവിക്കണത്? ദേശീയപാത ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണത് വേറെ ദീർഘദൂര പാതയാണ്. അവരെന്ത് ചെയ്യും? ആ ദീർഘദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി സേഫാകാൻ ഇടയ്ക്ക് പട്ടി ചാടി വീഴുക, കഴുത പശു വന്ന് കയറുക. വടക്കേട്ടിലൊക്കെ ചെല്ലുമ്പോൾ പശുവാണ് നേരെ റോഡിൽ കൂടി നടക്കണം മുഴുവനും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓട്ടോറിക്ഷയും ആൾക്കാരും സൈക്കിൾ റിക്ഷയും ഇതിൻ്റെയൊക്കെ കാറും പശുവും എല്ലാം കൂടി നടക്കണുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഞാൻ പോയി. അപ്പോൾ അവിടെ എല്ലാം ഇത് തന്നെ അവസ്ഥ. അപ്പോൾ അവിടെ അതായത് ഇതുപോലെയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് എല്ലാവരും കയറി നിരങ്ങണ ഒരു റോഡല്ല ദൂരയാത്രയ്ക്ക് ഉപയോഗിക്കണത്. അത് 2 സ്ഥലത്തും മതിൽ കെട്ടിയിട്ട് ദൂരയാത്രക്കാരെ മാത്രം സേഫ് ചെയ്യാൻ, ലോക്കലായിട്ടുള്ള ചെറിയ ദൂരത്തിൽ പോണവർക്കെല്ലാം സർവീസ് റോഡ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു ദീർഘദൂര യാത്രയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയേക്കണം. പട്ടി പശു കഴുത ആവശ്യമില്ലാത്തൊക്കെ പോയി നിരങ്ങരുത്. എല്ലാത്തിടത്തും പോയി വാർത്തലൊക്കെ പിടിക്കരുത്. അതിന് ഇപ്പോൾ കൃപാസനത്തിൽ എനിക്കൊരു പോളിസിയുണ്ട്. കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം കുറഞ്ഞാൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ള അനുഭവങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു കറക്ഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. ആ ചാപ്റ്റർ അടച്ച് ക്ലോസ് ചെയ്യും. ഒന്നെങ്കിൽ അയാളെ ഞാൻ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ ഈ കൃപാസനത്തിലുള്ള ഓരോ കൗണ്ടറിലൊക്കെ ഓരോ ആൾക്കാർ ഇരിപ്പില്ലേ, ആ കൗണ്ടറിലുള്ള അവരുടെ ജോലി ഞാൻ ക്ലോസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. എന്താ കാര്യം? അതൊക്കെ ലോക്കൽ പരിപാടികളാണ്. നമുക്ക് ആ ലക്ഷ്യങ്ങളില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നിത്യതയ്ക്കുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ ആ നാത്തിനുമായിട്ട് ഇടിവെച്ച്, അമ്മായിയമ്മയുമായിട്ട് ഇടിവെച്ച്, മരുമകളുമായിട്ട് ഇടിവെച്ച്, പിന്നെ ഓരോ കാര്യത്തിനും കയറി നിങ്ങൾ കെട്ടുപിണഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതിൽ കെട്ടി തിരിച്ചിട്ട് കഴുതയും പശുവൊക്കെ പോകാൻ വേണ്ടി സർവീസ് റോഡ് വെച്ചേക്കണം. അത് നിങ്ങൾ നിത്യതയിലേക്ക് പോണ വഴിയാണ്. നിത്യതയിലേക്കുള്ള വഴിയിൽ നല്ല ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാക്കരുത്. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ ആവശ്യമില്ലാത്ത വണ്ടി പോയി തലയിടരുന്നാണ് ഈ പറഞ്ഞോളൂ വെച്ചം. ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദി ഹാവ് നോ ഐഡിയ. നിങ്ങൾ മൂളിക്ക് വെക്കും, ചിലപ്പോൾ അവരോട് ചിലപ്പോൾ യെസ് ഓർ നോ പറയും, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത്. കാര്യം എന്താ? നിങ്ങൾ ഉടമ്പടിയിലാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുമായി ഉടമ്പടിയിലായിട്ടുള്ള നിത്യതയുടെ ദേശീയപാതയിൽ സഞ്ചരിക്കുന്ന എന്നെ ആ പാതയിലൂടെ നിത്യത വരെ സഞ്ചരിക്കുന്നതിന് പിൻപിടുത്തം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എനിക്ക് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ.